ഈ ടെലിഗ്രാം എന്ന ആപ്പിന് ധാരാളം ഗുണഭോക്താക്കളുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ നിരോധിക്കാനുള്ള സാധ്യതയുണ്ടോ? കാരണം പല തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾക്കും ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി തീരുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ നമ്മൾ നേപ്പാളിലെ ജൻസി കലാപത്തിൻ്റെ കാരണം തന്നെ ആ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യാത്ത, ആ രാജ്യത്ത് ഓഫീസുകളില്ലാത്ത സോഷ്യൽ മീഡിയ ആപ്പുകൾ നിരോധിക്കണം എന്നുള്ള ഒരു ഗവൺമെൻറ് ഒരു കോടതി ഉത്തരവിൻ്റെ പുറത്ത് ആ കോടതി ഉത്തരവ് ഗവൺമെൻറ് നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു സംഭവം അവിടുത്തെ ഭരണം തന്നെ മാറാനുള്ള ഒരു കാരണമുണ്ടായത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇത്തരത്തിലുള്ളൊരു അപേക്ഷയായിട്ട് ഡൽഹിയിൽ സുപ്രീം കോടതി ചെന്നപ്പോഴത്തേക്ക് സുപ്രീം കോടതി പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ അവിടെ ഒന്നും നടന്ന കണ്ടിട്ടില്ല, അതുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്നാണ് പറഞ്ഞത്. കാര്യം ഇത് ഒരുപാട് പേരെ വൈകാരികമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ ടെലിഗ്രാം ആപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു പുനർചിന്തനം വേണ്ടിവരും ഗവൺമെൻറ്റിന്. കാരണം ലോകത്ത് ഐ എസ് ശൃംഖലയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയാണ് ടെലിഗ്രാം ആപ്പ് എന്ന് പറയുന്നത്. കാര്യം അവരുടെ ആ ചാറ്റിലെ വിവരങ്ങൾ അത് അന്വേഷിക്കുന്ന അന്വേഷണ ഏജൻസികൾക്ക് ഇവർ കൈമാറാൻ തയ്യാറല്ലെങ്കിൽ, ഇന്ത്യയിൽ ഓഫീസ് ഇല്ലെങ്കിൽ ഇത് നിരോധിക്കുന്ന കാര്യം ഇന്ത്യ ഗവൺമെൻറ് സജീവമായിട്ട് പരിഗണിക്കും. കാര്യം ഈ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ വളരെ ഭയാനകമായ ഒരു സാഹചര്യം ഈ ഒരു റെയ്ഡിൽ നമ്മൾ കണ്ടത് റൈസിൻ എന്ന് പറയുന്ന കെമിക്കൽ വെപ്പൺ. ഇത് ആവണക്കെണ്ണയിൽ നിന്നും ആവണക്കിൻ്റെ കുരുവിൽ നിന്നും ഉണ്ടാക്കുന്നതാണ്. ഈ റൈസിൻ എന്ന് പറയുന്ന ഒരു കെമിക്കല് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വാർത്ത. ഇത് IS ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്. അപ്പോൾ ISൽ നിന്ന് ആ ടെക്നോളജിയും അതിൻ്റെ അപ്പാരറ്റസും എല്ലാം ഇന്ത്യയിലേക്ക് വന്നു എന്നുള്ളതിൻ്റെ അർത്ഥം IS വന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും ഈ റൈസിൻ എന്ന് പറയുന്ന കെമിക്കലിന് ഒരു ആൻറ്റിഡോട്ട് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല, മറുമരുന്ന് ഇതുവരെയും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അതായത് ഒരാളുടെ ദേഹത്ത് പോയി കഴിഞ്ഞാൽ മരിക്കുക എന്നുള്ളത് കഴിഞ്ഞിട്ട് മറ്റു മാർഗങ്ങളൊന്നുമില്ല. പക്ഷേ ലോകത്ത് വികസിപ്പിച്ച മറ്റ് കെമിക്കൽ വെപ്പൺസിനെല്ലാം ആൻറ്റിഡോട്ട്സ് ഉണ്ട്, മറുമരുന്നുണ്ട്, ഒരാളെ രക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇതിന് നമുക്ക് ഒരാളെയും രക്ഷിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഇത് ഇവർ പ്ലാൻ ചെയ്തിരുന്നത് ജലസംഭരണികളിൽ, കോളനികളിലെ ജലസംഭരണികളിൽ, പഴക്കടകളിൽ എല്ലാം കൊടുക്കാനാണ് അവർ ഉദ്ദേശിച്ചത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ അമ്പലങ്ങളും ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അവർ ഈ ആക്രമണത്തിന് വേണ്ടിയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ചുള്ള, അതായത് നമുക്ക് ഈ കോൺട്രാബാൻഡ് ആയിട്ടുള്ള നിരോധിക്കപ്പെട്ട ടെക്നോളജികളും അതിൻ്റെ വീഡിയോസും അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള സംഭവങ്ങളും ഇവൻ ബോംബുണ്ടാക്കുന്ന പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ ഇതിനൊക്കെ വലിയ നിരോധനമുണ്ട്. അവർ നല്ല രീതിയിൽ ഒരുവിധം നല്ല രീതിയിൽ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ടെലിഗ്രാം പോലുള്ള ആപ്പിൽ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ല. അതില്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് ഇത്തരം ആപ്പുകൾ നിരോധിച്ചില്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അപകടമാവും എന്നൊരവസരം വരികയും അതിൻ്റെ ഉപയോക്താക്കളെ കണ്ടുപിടിക്കാൻ അവർ സമ്മതിക്കത്തില്ല. ഈ ടെലിഗ്രാം ചാനലുകാർ തന്നെ സമ്മതിക്കത്തില്ല, ടെലിഗ്രാം ആപ്പുകാർ തന്നെ സമ്മതിക്കത്തില്ല. അതിൻ്റെ സോഴ്സ് ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത് അത് കണ്ടുപിടിക്കുകയും അതിലൊരു ക്രാക്ക് ഡൗൺ. അപ്പോൾ ഈ കൈമാറുന്ന സന്ദേശവും ഒന്നും ഫുള്ളി സീക്രട്ടാണ്, ഫുള്ളി എൻക്രിപ്റ്റഡ് ആണ്. അപ്പം അങ്ങനെ ഒരു സാധനം വരുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ NTR പോലുള്ള സ്പൈ ഏജൻസീസ് ഉണ്ട് ഇത്തരം കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനും വെരിഫൈ ചെയ്യാനും ഒക്കെ. അവർക്ക് കഴിയാത്ത കാര്യങ്ങളൊന്നുമല്ല, അവർക്ക് അറിയാം ആരൊക്കെയാണെന്ന്. അത് ഈ ചാനല് ഈ ആപ്പ് ഈ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വരികയാണെങ്കിൽ ഇന്ത്യയിൽ ചിലപ്പോൾ അത് കൊണ്ടുവരുന്നത് രാജ്യസുരക്ഷയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ നമുക്ക് വേറൊന്നും ഇന്ത്യ ഗവൺമെൻറ്റിന് അന്വേഷിക്കാൻ ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു നടപടിയിലോട്ട് പോവും. അതിൻ്റെ ഉപഭോക്താക്കൾ ആരൊക്കെയാണെന്ന് ഗവൺമെൻറ്റിന് അറിയേണ്ട ബാധ്യതയുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ചാനൽ, ഏതെങ്കിലും ഒരു ആപ്പ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനകത്ത് ആരും അതിനെ അനുകൂലിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷെ മറ്റ് ധാരാളം സോഷ്യൽ മീഡിയകൾ ഉണ്ടല്ലോ. ഇതിപ്പോൾ ഇത് ഈ ലോകത്തെങ്ങുമുള്ള ഭീകരവാദികൾ, കാര്യം ഇത് ഇപ്പം മറ്റ് ആപ്പ് മാതിരി അല്ല. ഈ ഭീകരവാദികൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്പ് ഇതാണ്. ഇതിൻ്റെ ഒരു നെറ്റ്വർക്കാണ് ടെലിഗ്രാമിൻ്റെ ആപ്പിൻ്റെ ഒരു നെറ്റ്വർക്കാണ്. പല അതിപ്പോൾ ഇന്നലെ ഗവൺമെൻറ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ആദ്യം ഡിസ്കഷൻസ് നടക്കും.
പിന്നെ ഓരോടത്ത് നടക്കുന്ന ഈ കമ്മ്യൂണിറ്റിക്കെതിരെ നടത്തുന്ന അട്രോസിറ്റികളെ പറ്റിയിട്ട് ചർച്ചയാവും. ഇത് ഇവരെ ഒന്ന് റേസ് ചെയ്യും, പ്രകോപിപ്പിക്കും. അപ്പം ഇവർ തമ്മിലുള്ള ബോണ്ടേജ് കൂടും. ആ സമയത്താണ് ഇവർ കറക്റ്റ് ഭീകരവാദം അല്ലെങ്കിൽ അതിന് നമുക്ക് പകരം ചോദിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് യെസ് എന്നവർ വിചാരിക്കും. കാര്യം ഇപ്പം നമ്മൾ ഈ കണ്ട ഒരു വൈറ്റ് കോളർ ഇതല്ല പറയുന്നത്. ഇപ്പം അതിന് ആൾക്കാർ പറഞ്ഞ സ്റ്റെതസ്കോപ്പ് ടെററിസം എന്നാണ് പറയുന്നത്. അതായത് ഡോക്ടേഴ്സിനെ ഉപയോഗിച്ച് നടത്തുന്ന ഒരു കൊലപാതകങ്ങളാണ്. നേരത്തെ തന്നെ കേരളത്തിൽ നടന്നിരിക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെല്ലാം IS-ഉമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ഹോമിയോ കോളേജുകളും ഡെന്റൽ കോളേജുകളും ബേസ് ചെയ്തിട്ടായിരുന്നു. സാറിന് അറിയാമല്ലോ, കേരളത്തിൽ നിന്ന് ആ നടന്ന കൺവെർഷൻ എല്ലാം മെഡിക്കൽ കോളേജ് ഡെന്റൽ കോളേജ് ബേസ് ചെയ്തിട്ടായിരുന്നു. ഹോമിയോ കോളേജ്, ഡെന്റൽ കോളേജ്, മെഡിക്കൽ കോളേജ് ബേസ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഇതൊരു 10 വർഷത്തിന് മുമ്പേ ഇത് കേരളത്തിൽ നടന്നപ്പോഴത്തേക്കും നമ്മളതിനെപ്പറ്റി വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചില്ല. അപ്പം നമ്മൾ വിചാരിച്ചു ഡോക്ടർമാർക്ക് ഈ പണിക്ക് പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് വളരെ സീരിയസ് ആയിട്ട് പോകുന്നതും ഈ കമ്മ്യൂണിറ്റിക്കിടയ്ക്ക് ഡോക്ടേഴ്സിൻ്റെ തന്നെ ഒരു സ്റ്റെതസ്കോപ്പ് ടെററിസം എന്ന് പറയുന്ന ഒരു സാധനം തന്നെ പുതുതായിട്ടുണ്ടാവുകയും ചെയ്ത ഒരു കാരണത്തിൽ ഇവരെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ടെലിഗ്രാം ചാനൽ ആണെങ്കിൽ തന്നെ അത് എന്തുകൊണ്ട് ആ ചാനൽ എന്നൊരു ചോദ്യം വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് ഗവൺമെൻറ് ഏജൻസികളും അവർക്ക് ഉത്തരം കണ്ടെത്തിയേ പറ്റൂ. അല്ല, ഇത് പിന്നെ നമുക്ക് ഭീകരാക്രമണം എപ്പോഴും വിദേശത്ത് നിന്നാണല്ലോ ഉണ്ടാകുന്നത്. അതെ. പക്ഷേ ഇന്ത്യയിൽ ഈ ആപ്പ് നിരോധിച്ചു എന്നതുകൊണ്ട് അല്ല, അവരുമായിട്ട് നമ്മൾ രഹസ്യ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇടവരുന്നത് നമുക്ക് സഹായങ്ങളും സാധനങ്ങളും എത്തിക്കാനും. കാര്യം ഈ സിഗ്നൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സിഗ്നൽ ഇൻ്റലിജൻസ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ബ്ലണ്ടായി പോകും. ഇപ്പം തന്നെ നമ്മുടെയൊക്കെ ജനറേഷനിലുള്ള നമ്മുടെയൊക്കെ മക്കൾ പരസ്പരം സംസാരിക്കുന്നത് പലപ്പോഴും നമുക്ക് മനസ്സിലാവാറില്ല. അവർ ഓരോന്നിനും ഉപയോഗിക്കുന്ന ടെർമിനോളജി പലതുമായിരിക്കും. നമ്മൾ മുമ്പ് വെച്ചിട്ട് ഈ കുട്ടികൾ പരസ്പരം, എൻ്റെ സ്റ്റുഡൻസ് തന്നെ, അവർ പരസ്പരം സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവാറില്ല. കാര്യം അവരുടെ ടെർമിനോളജി വേറെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനെ എൻക്രിപ്റ്റഡ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ടെർമിനോളജി വെച്ചിട്ട് ഒരു ചാനൽ വെച്ചിട്ട് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസിക്ക് അക്സസ് ഇല്ലാത്ത ഏത് സാധനവും നമ്മൾ നിരോധിക്കേണ്ടതാണ്. രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇൻ്റലിജൻസുകാരും സൈന്യവും ഈ ഭീകരപ്രവർത്തന ആൻറ്റി ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്നവരെല്ലാവരും ചെയ്യുന്നത്. അവരവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ആപ്പുകൾ താവളം ഒരുക്കുന്നത് രാജ്യസുരക്ഷയ്ക്ക് അപകടമാണ്. അപ്പോൾ ഇത് അപകടകരമായിട്ടുള്ള ഒന്നാണ്. തീർച്ചയായിട്ടും ലോകത്ത് എല്ലായിടത്തും ഡിസ്കസ് ചെയ്യപ്പെട്ട ഒന്നാണ്. ഇതിൻ്റെ ഓണർ അറസ്റ്റ് ചെയ്യുന്ന വരെ ഒരു അവസരം എത്തിയായിരുന്നു. അത് പിന്നീട് എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ വന്നിട്ട് അതൊരു വലിയ കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഒരു വിഷയമായിരുന്നു. അത് റഷ്യയിൽ അഭയം പ്രാപിക്കും, അങ്ങനെ കുറേ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഈ ചാനൽ ഇപ്പോഴും ഈ ആപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള ആപ്പുകളും ഇപ്പോൾ ഡാർക്ക് വെബ് പോലുള്ള സാധനങ്ങളിൽ നിന്നാണ് കോൺട്രാബാൻഡ് സാധനങ്ങൾ ആൾക്കാർക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നതിനൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ അവർ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ നിരോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകതലത്തിൽ തന്നെ അത് വലിയ ചർച്ചയാകുമല്ലോ. തീർച്ചയായിട്ടും ലോകരാജ്യങ്ങളിലെല്ലാം ഭയപ്പെടുന്ന ഒരു ആപ്പ് തന്നെയാണ് ഈ ടെലിഗ്രാം ആപ്പ്. എവിടെ തീവ്രവാദം ഉണ്ടോ അവിടെ ടെലിഗ്രാം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയും നിരോധിക്കുമെന്നാണോ പറയുന്നത്? ഇല്ല, നമ്മളെ സംബന്ധിച്ചോളം അവർ നിരോധിക്കുമോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. അവിടെ നിന്നുള്ള ഇൻപുട്ട് നമ്മുടെ രാജ്യത്ത് വരാതിരിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് നമ്മുടെ ഡിഫൻസ്. നമ്മുടെ ഡിഫൻസ് സൈഡിൽ നമ്മൾ ആലോചിക്കുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് അക്സസ് തരാത്തത് എന്തുകൊണ്ട് എന്നുള്ളത് വലിയ വിഷയമാണ്. അങ്ങനെ നമ്മളെ രാജ്യം അറിയാത്ത ഒരു കാര്യവും നമ്മൾ ചെയ്യണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ജെൻസിയിലിടയ്ക്ക് ഒരു ജനറേഷനിടയ്ക്ക് അതൊരു പ്രശ്നം ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ട് ഗവൺമെൻറ് വളരെ ആലോചിച്ചും സൂക്ഷിച്ചും എടുത്ത് അത് ചെയ്യത്തുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.